ഇത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണ്. നിരാഹാര സത്യാഗ്രഹം. നമസ്കാരം. അതെ, പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ഭർത്താവ് അകത്തു പോകുമ്പോൾ പുറത്തുനിന്ന് കരയാനും കാവൽ നിൽക്കാനും കേസ് നടത്താനും ഭാര്യ ദീപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാഹുൽ ഈശ്വരൻ അകത്തു പോകുന്നതിൻ്റെ ആനന്ദം ചില്ലറയൊന്നുമല്ല കമ്മികൾക്കും സംഘികൾക്കും പിന്നെ ചില കൊങ്ങികൾക്കും. രാഷ്ട്രീയ പ്രേരിതവും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടതുമായ ഈ കളിയിൽ BJPക്കും CPMനും കിട്ടിയ കച്ചിത്തുരുമ്പാണ് ഈ രാഹുലന്മാർ. ഒരു വെടിക്ക് 2 രാഹുലിനെയാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത്. അതോടൊപ്പം സന്ദീപ് വാര്യർ കൂടി അകത്തു പോയാൽ ഈ തെരഞ്ഞെടുപ്പ് കാലം അവർക്ക് സമാധാനത്തിൻ്റെതാകും. ഒരർത്ഥത്തിൽ സ്വയം കുഴിവെട്ടുകയായിരുന്നു രാഹുൽ ഈശ്വർ. ഒരു പൊടിക്കൊന്ന് അടങ്ങണമായിരുന്നു. വല്ലവനുമുണ്ടാക്കിയ ഗർഭത്തിന് അകത്തു പോകാൻ വിധിക്കപ്പെട്ട ഒരു സാധുവായി പോയല്ലോ ഈ ഈശ്വരൻകുട്ടി. ഒരു മയത്തിലൊക്കെ ഒന്ന് തള്ളണമായിരുന്നു. ഗർഭദാതാവായ കാസനോവ എവിടെയാണെന്ന് പോലും ആർക്കും ഒരു തിട്ടവുമില്ല. മാങ്കൂട്ടത്തിലിനെ അകത്തിട്ടാൽ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്ന് പിണറായി വിജയൻ അറിയാം. അതുകൊണ്ട് പോലീസിനെ ഒന്ന് ചവിട്ടി പിടിച്ചിരിക്കുകയാണ്. അവരുടെ ലക്ഷ്യം അറസ്റ്റൊന്നുമല്ല, ഈ മാക്സിമം വിഷയം കത്തിച്ചു നിർത്തുക. പാലക്കാട്ടെ സകല വീടുകളിലും കയറിയിറങ്ങി നടന്ന് അവൻ പണി നടത്തി തേമ്പിയാൽ BJPക്ക് അവിടെ ക്ഷീണമാകുമെന്ന് പിണറായിക്കും അറിയാം. BJPക്കാർക്ക് അത് നല്ലതുപോലെ അറിയാം. പകരം രാഹുൽ ഈശ്വർ അകത്തായാൽ ഒരു വലിയ കോടാലിയുടെ രാത്രി ശല്യം ഒഴിവാക്കി കമ്മികൾക്ക് സമാധാനപരമായി ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുകയുമാകാം. ഞങ്ങൾ ഇരയ്ക്കൊപ്പമാണെന്ന് സന്ദേശം കൊടുക്കാനും പിണറായി സർക്കാരിന് കഴിയും. പിണറായി ഭരണത്തിൽ സ്ത്രീ സുരക്ഷ കേരളത്തിൽ പൂത്ത് തളിർത്ത് നിൽക്കുകയാണെന്ന് പാടി നടക്കാം. ഇരയെ സംബന്ധിച്ചുള്ള ഒട്ടുമിക്ക രഹസ്യങ്ങളും രാഹുൽ പുറത്തു പറഞ്ഞതോടെ അവർക്ക് കിട്ടേണ്ട സിമ്പതിയെ അത് ബാധിച്ചു കഴിഞ്ഞു. മാധ്യമങ്ങളുടെ ലക്ഷ്യം വേറെയാണെന്ന് ജനത്തിന് മനസ്സിലായി. ഈ രാഹുൽ ഈശ്വർ വെറുതെ കിടന്ന് ബഹളം വെച്ചും പുരുഷന്മാർക്കായുള്ള സ്വാതന്ത്ര്യ സമരം നടത്തിയും കോടതിയെയും പോലീസിനെയും എല്ലാം അങ്ങേയറ്റം വെറുപ്പിച്ചു, വെല്ലുവിളിച്ചു. പോകുന്ന വഴിയിലെല്ലാം മജിസ്ട്രേറ്റിനെ ലോ പോയിന്റ് അങ്ങോട്ട് പഠിപ്പിക്കാൻ ചെന്നു. വീട്ടിൽ പോലീസ് എത്തിയത് മുതൽ ജയിലിലാകുന്ന നിമിഷം വരെ ഈശ്വരൻ നാക്ക് വായിലിട്ടിട്ടില്ല. പോരാത്തതിന് ഉടുപ്പിൽ തുന്നിയ ദേശീയ പതാക. ഇതൊക്കെ കാണുന്ന ഒരു ജഡ്ജി ജാമ്യം കൊടുക്കാമെങ്കിൽ പോലും ചെവിക്ക് പിടിച്ച് അകത്താക്കിയെന്നിരിക്കും. പോരാത്തതിന് ഏത് പീഡനക്കേസുണ്ടായാലും രാഹുൽ പ്രതിക്കൊപ്പമാണെന്ന തരത്തിൽ ഒരു ഇമേജും അയാൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോഴെങ്ങാനുമായിരുന്നു ദുര്യോധന സഭയിൽ ദുശാസനൻ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം നടത്തിയതെങ്കിൽ ഈ രാഹുൽ ഈശ്വർ അതിനെയും ന്യായീകരിച്ചേനെ. 5 പുരുഷന്മാർക്കൊപ്പം കഴിയുന്ന സ്ത്രീ എങ്ങനെ പതിവ്രതയാകും എന്ന് ചോദിച്ചെന്നും ഇരിക്കും. ദിലീപിൻ്റെ കേസിൽ കോടതി വിധി പറയുന്നതിന് മുമ്പ് തന്നെ രാഹുൽ വിധി പ്രസ്താവം നടത്തി കഴിഞ്ഞു. തോട്ടക്കാരൻ്റെ വാഴ്ച കാറ്റടിച്ചാൽ തീർന്നു എന്നൊരു ചൊല്ലുണ്ട്. കൈയടിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഒരു 100,000 പേരുണ്ടാകും സമൂഹ മാധ്യമങ്ങളിൽ. പക്ഷേ നിയമത്തെ വെല്ലുവിളിക്കാൻ പോയാൽ ഒപ്പം നിൽക്കാൻ ആരും ഉണ്ടാകില്ല. ഒരാളെയും ചത്തുകിടന്ന് ന്യായീകരിക്കേണ്ട ബാധ്യത ആർക്കും തന്നെയില്ല, CPMകാർ ഒഴിച്ച്. രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ വിഷയത്തിൽ രാഹുൽ ഈശ്വർ പറഞ്ഞ ഒട്ടുമിക്ക കാര്യങ്ങളും സമൂഹം കേൾക്കാൻ ആഗ്രഹിച്ചു തന്നെയായിരുന്നു. അക്കാര്യം സത്യം തന്നെയാണ്. ചിലതൊക്കെ വിളിച്ചു പറയാൻ ഇങ്ങനെ ഒരുത്തനെങ്കിലും ഉണ്ടായതും ഒരു വഴിക്ക് നല്ലതാണ്. പക്ഷേ നിയമത്തെയും കോടതിയെയും വെല്ലുവിളിച്ചാൽ ഫലം തീർത്തും നിരാശാജനകമായിരിക്കും. രാഹുലിൻ്റെ വീഡിയോകളിലൊന്നും ഇരയുടെ പേര് പരാമർശിച്ചതായി കേട്ടിട്ടില്ല. അവരുടെ ചിത്രത്തിന് പകരം AI ചിത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഈ നാട്ടിലെ മുഖ്യധാരാ വാർത്താമാധ്യമങ്ങളടക്കം സകലതും പ്രതിക്കൂട്ടിൽ നിരന്നു നിൽക്കേണ്ടവർ തന്നെയാണ്. ഒരാളെ ശബ്ദത്തിലൂടെയും തിരിച്ചറിയാമെന്നിരിക്കെ സകല ചാനലുകളും ഇരയുടെ ശബ്ദരേഖകൾ പുറത്തുവിട്ടത് എന്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ്? ഒരർത്ഥത്തിൽ സ്നേഹം നടിച്ച് ആ പെൺകുട്ടിയെ മാധ്യമങ്ങളിലെ വനിതാ റിപ്പോർട്ടർമാർ സ്വാധീനിക്കുകയായിരുന്നു. ഒരു സ്ത്രീയുടെ സ്വകാര്യതയും കണ്ണീരും മുഴുവൻ സംപ്രേഷണം ചെയ്ത് ചാനൽ യുദ്ധം ജയിപ്പിക്കാൻ മത്സരിക്കുകയായിരുന്നു ഇവിടുത്തെ ചാനലുകളെല്ലാം. ആ സ്ത്രീയുടെ സ്വകാര്യ സംഭാഷണങ്ങൾ പുറത്തുവിട്ട ചെമ്പോലയും മരമുറിക്കാരനും ന്യൂസ് മലയാളവും ഈ വിഷയത്തിൽ പ്രതികൾ തന്നെയാണ്. ഒരിരയെ നിയമം എത്ര കാലം പൊതിഞ്ഞു സൂക്ഷിച്ചാലും അത് രഹസ്യമായിട്ടിരിക്കില്ല എന്നതാണ് സത്യം. അവരെ തിരിച്ചറിയുന്ന നാട്ടുകാർ തന്നെ ഉണ്ടാകില്ലേ? അവരുടെ മുൻപിലേക്കല്ലേ ഈ രതിനിർവേദത്തിൻ്റെ നാണം കെട്ട കഥകൾ ചാനലുകൾ ചെണ്ട കൊട്ടി അറിയിച്ചത്? അയൽവക്കത്ത് നടന്ന അഭിഹിതത്തിൻ്റെയും ഗർഭഛിദ്രത്തിൻ്റെയും കഥകൾ പോലും നമുക്ക് ചാനലുകളിൽ കൂടി കേൾക്കാമെന്ന് പറയുന്നത് എന്തൊരു വിരോധാഭാസമാണ്. ഒരർത്ഥത്തിൽ ഇരുചെവി അറിയാതെ നിയമ നടപടിയിലേക്ക് കടക്കാമായിരുന്നു അതിജീവിതയ്ക്ക്. ജീവിതത്തിലെ സ്വകാര്യതകളും ലൈംഗികതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചാനലുകളിലൂടെ നാട്ടുകാരെ മുഴുവൻ കേൾപ്പിച്ച ശേഷം കോടതിയിലെത്തുന്നവരെ ശാസിക്കാനും ബഹുമാനപ്പെട്ട കോടതികൾ തയ്യാറാകണം. കസ്റ്റഡിയിലായ രാഹുൽ ഈശ്വർ അവിടെ ഇരുന്നു കൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്.
പറയുവാണ്. അതായത് അവിടെ പറഞ്ഞത് ചിത്രങ്ങൾ വെച്ചു, ആ പെൺകുട്ടിയുടെ അല്ലേ AI ചിത്രമാണ്, ഈ പെൺകുട്ടിയുടെ പേര് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ കള്ളം പറഞ്ഞ ഒരാളെ കൊടുക്കുന്നതിന് നമ്മുടെ മാധ്യമങ്ങൾക്കും പൊതുസമൂഹത്തിനും ഒരു ദണ്ണം വേണ്ടി. അയ്യോ പിന്നെ ദണ്ണം. ഉമ്മൻചാണ്ടിയുടെ ബലാത്സംഗ കഥ പറഞ്ഞ് പരത്തി ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ചവരാണ് ഞങ്ങൾ, പിന്നല്ലേ രാഹുൽ ഈശ്വർ. ഗർഭമായാലും പീഡനമായാലും എങ്ങനെയെങ്കിലും പ്രൈം ടൈമിൽ ചർച്ച ചെയ്ത് വാർത്തകൾ ഉണ്ടാക്കാൻ മത്സരിക്കുന്നവരോടാണ് അന്യൻ്റെ ദണ്ണത്തെപ്പറ്റി പറയുന്നത്. അതിജീവിതയെപ്പറ്റി മരമുറി ചാനലിലെ മിനുസ ചിരസ്കൻ ചാനലിൽ ഇരുന്ന് മോങ്ങിയത് കേട്ടായിരുന്നു. ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ രോദനം പോലെയായിരുന്നത്രേ ആ കുട്ടിയുടെ ശബ്ദം. ഇങ്ങനെ വാർത്ത പൈങ്കിളിവൽക്കരിച്ച് അന്യരുടെ ജീവിതം ഏറിൽ വിറ്റ് മനുഷ്യരെ തുരന്ന് ജീവിക്കുന്ന മഹാനായ ശിരസ്ക ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾ കാട്ടുകള്ളനെന്ന് വിളിച്ച വീരപ്പൻ മുതലാളി മുട്ടിൽ പോയി മരം മുറിച്ചപ്പോൾ അതിൻ്റെ ചില്ലകളിൽ എത്രയോ പക്ഷിക്കുഞ്ഞുങ്ങൾ പറക്കമുറ്റാതെ ഉണ്ടായിരുന്നു. പക്ഷി തൻ നെഞ്ചിലെ അസ്ത്രമൂരുന്നു ഞാൻ, മറ്റൊരു ശത്രുവിൻ നെഞ്ചിലേറ്റാനെന്ന് പാടിയത് കവി A. അയ്യപ്പനാണ്. നിങ്ങൾ ചെയ്യുന്നതും അതുതന്നെയാണ്. ഒരു സ്ത്രീയുടെ സ്വകാര്യ നിമിഷങ്ങളെ എങ്ങനെയോ സ്വാധീനിച്ചു വാങ്ങി സംപ്രേഷണം ചെയ്ത് ലാഭം കൊയ്ത നിങ്ങൾക്ക് എന്ത് ധാർമ്മികതയാണ് ഇവിടെ പറയാനുള്ളത്? മെസ്സിയെ ജനം ഇപ്പോൾ വിൻഡോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൊച്ചി സ്റ്റേഡിയം നിങ്ങളുടെ മുതലാളി അന്തർദേശീയ നിലവാരത്തിലാക്കി തിരിച്ചു കൊടുത്തു. ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടാൻ കൃത്രിമം കാണിച്ചതും ഇവിടെ വാർത്തയായി. പിണറായി സർക്കാരിനും നിങ്ങൾക്കുമാണ് ഈ ഗർഭകഥ കൊണ്ട് താൽക്കാലിക നേട്ടം കൊയ്യാൻ പറ്റിയത്. സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ ശബരിമലയിൽ നടത്തിയ പാത്രക്കൊള്ളയും പുറത്തു വന്നു. പക്ഷേ അതിവിടെ ചർച്ചയായില്ല. ശബരിമല വിഷയം ചർച്ചകളിൽ നിന്നും ഒഴിഞ്ഞുപോയി. പലവിധ ആരോപണങ്ങളിൽപ്പെട്ട BJPക്ക് ഇതൊന്നും വിഷയമേ അല്ല. ഈ ഗർഭകഥ പുറത്തു വരുന്നതിന് മുമ്പും ഏതാണ്ട് 10 വർഷങ്ങളെടുത്താൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വാക്കിൻ്റെ ചൂണ്ടാണി മർമ്മത്തിന് മുമ്പിൽ വിറച്ചു പോയവരാണ് ഈ BJPയും CPMകാരും. ചർച്ചയ്ക്ക് വന്ന ഇവരുടെ പ്രതിനിധികളെ അയാൾ തൊലി ഉരിച്ചു വിട്ടത് കണ്ട് ജനങ്ങൾ ആർത്ത് ചിരിച്ചിട്ടുണ്ട്. അയാളെ ഏതെങ്കിലും വിധത്തിൽ പൂട്ടാൻ കൈകൊടുത്തവരാണ് CJP സഖ്യം. വ്യാജരേഖ, പാലക്കാട്ടെ നീലപ്പെട്ടി, കാഫിർ തുടങ്ങിയ എന്തെല്ലാം വിഷയങ്ങളിൽ രാഹുലിനെതിരെ അവർ കൈകോർത്തു. ഏത് നിമിഷവും പിണറായി വിജയൻ്റെ വായിൽ താൻ ദഹിക്കുമെന്നും കരുതി നടന്നില്ലെങ്കിൽ വിപ്ലവകാരികളായ വേട്ടമൃഗങ്ങളും കുറുവടിക്കാരും തൻ്റെ മണ്ട തല്ലിപ്പൊളിക്കുമെന്നും തിരിച്ചറിയാനുള്ള വകതിരിവ് ഈശ്വരൻ മാങ്കൂട്ടത്തിലിന് കൊടുത്തില്ല. സൗന്ദര്യമുണ്ട്, തീപ്പൊരിയാണ്, വാക്കുകളെ തോക്കാക്കുന്നവനാണ്, ജനപ്രിയനാണ്, സമരമുഖങ്ങളിലെ പോരാളിയാണ്. പക്ഷേ ഔചിത്യബോധമില്ലാത്ത ആഭാസനായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിപ്പോയി. ആ യുവതിയേക്കാൾ ജാഗ്രത ഇയാൾക്ക് വേണമായിരുന്നു. കാരണം ജനങ്ങളുടെ വോട്ട് വാങ്ങി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഒരു സ്ഥാനത്ത് എത്തേണ്ടവൻ താനാണ് എന്ന ചിന്ത ഇയാൾക്ക് വേണമായിരുന്നു. ആരോപണം വന്നപ്പോൾ തന്നെ പുകമറയിൽ നിർത്താതെ തനിക്ക് ഇങ്ങനെ ഒരു തെറ്റുപറ്റിയെന്ന് ഇയാൾ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഈ വിഷയം ഇത്രയും നാറ്റക്കേസാകില്ലായിരുന്നു. വിവാഹിതയായൊരു സ്ത്രീയോട് തനിക്കുണ്ടായ അടുപ്പം വെറും മാംസദാഹം മാത്രമായിരുന്നില്ല എന്ന് ഇയാൾ തുറന്നു പറയണമായിരുന്നു. സ്വന്തം പാർട്ടിയിൽ പോലും ഇയാളെ അടിച്ചു വീഴ്ത്താൻ മൂത്ത കോൺഗ്രസും ഊത്തു കോൺഗ്രസും വരിവരിയായി നിൽക്കുകയാണ്. ആ ശ്രദ്ധയും ജാഗ്രതയും ഒന്നും ഈ മനുഷ്യന് ഇല്ലാതെ പോയി. വേലി ചാടുന്നവന് കോലുകൊണ്ട എന്നത് ഒരു പ്രകൃതി നിയമമാണ്. ഈ വിഷയത്തിൽ ഇന്നലെ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിനെ പറ്റി അഡ്വക്കേറ്റ് ജയശങ്കർ പ്രതികരിച്ചത് രൂക്ഷമായ ഭാഷയിലാണ്. ഈശ്വറിനെ അദ്ദേഹം വിളിക്കാത്ത വിശേഷണങ്ങളില്ല. ഊള, പോഴൻ, വിവരദോഷി, വായാടി. പിണറായി വിജയനെ നിരന്തരം വിമർശിക്കുന്ന അഡ്വക്കേറ്റ് ജയശങ്കറെ കമ്മികൾ വിളിക്കുന്ന പേരുകൾ കൂടി എന്തൊക്കെയാണെന്ന് ഒന്ന് പറയാമോ? ചുരുക്കത്തിൽ നമുക്ക് താല്പര്യമില്ലാത്തവനെല്ലാം രണ്ട് കിട്ടണമെന്ന് കൊതിക്കുന്ന മാനസികാവസ്ഥ മനുഷ്യ സഹജമാണെങ്കിലും നമ്മുടെ നാട്ടിലത് കൂടിക്കൂടി വരികയാണ്. ജയശങ്കറിൻ്റെ നിലപാടുകൾക്ക് മയമില്ലാത്തതുപോലെയാണ് രാഹുൽ ഈശ്വറിൻ്റെയും നിലപാടുകൾ. പിണറായി സർക്കാരിൻ്റെ കള്ളക്കേസുകൾക്ക് താങ്കളും ഇരയായിട്ടുണ്ട് എന്നത് ഓർക്കുക. സകല മനുഷ്യരും സത്യധർമ്മങ്ങളിൽ മാത്രം വിശ്വസിച്ച് ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു എന്നത് നമ്മുടെ സ്വപ്നം മാത്രമാണ്. ബോംബെറിഞ്ഞ് പോലീസിനെ കൊല്ലാൻ നോക്കിയവനെ 20 വർഷം കോടതി അകത്തിട്ടു. കാലുവെട്ട് കേസിലെ പ്രതികളെയും അകത്തേക്ക് വിട്ടു. പക്ഷേ CPM എങ്ങനെയാണ് ആ പ്രതികളെ ജയിലിൽ കൊണ്ടാക്കിയത് എന്നുകൂടി ചിന്തിക്കണം. ഞാൻ ഇനിയും രാഹുലിന് വേണ്ടി സംസാരിക്കുമെന്ന് പറഞ്ഞാണ് ഈശ്വരൻ അകത്ത് പോയിരിക്കുന്നത്. ജയിലിനുള്ളിൽ അദ്ദേഹം നിരാഹാരം കിടക്കുകയാണ്, അതും പുരുഷ സ്വാതന്ത്ര്യത്തിന് വേണ്ടി. പുറത്തു മറ്റൊരു ഇരയായി ഭാര്യ ദീപ മാത്രമുണ്ട്. നോക്കൂ, ആണകത്ത് പോകുമ്പോഴും ഇരയാകുന്നത് സ്ത്രീയാണെന്ന് ഓർക്കണം. രാഹുൽ ഈശ്വറിനെ കോൺഗ്രസ്സുകാർക്ക് പോലും വേണ്ട. ഇപ്പോൾ K. മുരളീധരൻ വരെ മ്ലേച്ഛമായ ഭാഷയിലാണ് അയാളെ ആക്ഷേപിക്കുന്നത്. പൂജപ്പുര ജയിലിൽ വാസു സാറിനും പത്മകുമാർ സാറിനും ഇടയിൽ പോയി കിടക്കാനുള്ള ഈ മഹാഭാഗ്യവും രാഹുൽ ഈശ്വറിന് കിട്ടിയല്ലോ. ഇതിനെല്ലാം കാരണക്കാരൻ അയ്യപ്പനും പിണറായി വിജയനുമാണ്.
പട്ടിണി കിടക്കുന്ന തന്ത്രി കുടുംബത്തിലെ രാഹുലിനെ നോക്കി ഇത്തിരി കഞ്ഞി എടുക്കട്ടെ എന്ന് വാസു സാറ് ചോദിക്കുന്ന സീൻ ഒന്ന് ചിന്തിച്ച് നോക്കൂ.